Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി സ്ലൈഡ് ആണ്. അപ്പോൾ മുത്തെല്ലാം കോർത്ത് നമുക്ക് പഴയ സ്ലൈഡിനെ അടിപൊളിയാക്കാം. അതിനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് അത് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇവിടെ വൈറ്റ് കളർ ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4mm സൈസ് വരുന്നതും 6mm സൈസ് വരുന്ന ഒരു മുത്തുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഴയൊരു സ്ലൈഡ് നമ്മൾ ഈ പൂക്കുത്താനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സ്ലൈഡും പിന്നെ മെറ്റൽ വയറാണ് 20 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കട്ടർ പ്ലെയർ, ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. പിന്നെ ഗ്ലൂ വേണം, ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നമ്മുടെ ഫെവി ബോണ്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ മെറ്റൽ വയർ എടുക്കുക, അതിൻ്റെ കറക്റ്റ് നടുവേ ജസ്റ്റ് ഇതൊന്ന് മടക്കി ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഭാഗത്ത് മുത്ത് കോർത്ത് തുടങ്ങാം. ഇവിടെ 4mm സൈസ് വരുന്ന വൈറ്റ് കളർ ബീഡ്സ് ഞാൻ 10 എണ്ണമാണ് കോർക്കുന്നത്. 10 മുത്ത് കോർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തുകൂടി 10 മുത്ത് കോർക്കണം. അപ്പോൾ ആദ്യം 10 മുത്ത് ഒരു ഭാഗത്ത് കോർക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ ഇതൊന്ന് പതുക്കെ ചുറ്റിയെടുക്കണം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ റൗണ്ടിൽ വരുന്ന പോലെ പിടിച്ച് ഈ രണ്ട് കമ്പിയിൽ ഇതിൻ്റെ അറ്റം നമ്മൾ രണ്ട് മുത്തും അടുത്തടുത്ത് വരുന്ന പോലെ ചേർത്തി പിടിക്കുക. എന്നിട്ട് രണ്ട് കമ്പിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചുറ്റിയാൽ മതി. അല്ലെങ്കിൽ ഒന്ന് മറ്റേതിലോട്ട് പിടിച്ച് ചുറ്റിയാലും മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഓവൽ ഷേപ്പ് പോലെ വന്നു. അപ്പോൾ അതിനെ കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അല്ല ഇതുപോലെ റൗണ്ടാക്കി കിട്ടാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെന്നോ അതുപോലെ ആ ഒരു വലുപ്പത്തിൽ വരുന്നത് വെച്ചിട്ട് അതിനെ ചുറ്റിയെടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് ഇതേപോലെ 10 മുത്താണ് ഇവിടെ കോർത്തിരിക്കുന്നത്. അതുപോലെ കോർത്ത് ഈ അറ്റവും ഇങ്ങനെ തന്നെ ചുറ്റി എടുക്കാം. അപ്പോൾ 1-2 ചുറ്റിക്കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റൽ വയർ കുറച്ചെങ്കിലും കട്ടിയുള്ളതാണെങ്കിൽ നമ്മളിതിങ്ങനെ ചുറ്റി വെച്ചത് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് തിന്നായതൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമർത്തുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ നിന്ന് ഓവലൊക്കെ ആയി മാറും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നടുവിലായിട്ട് ഒരു മുത്തുകൂടി കോർക്കും. അപ്പോൾ നമ്മൾ ഈ കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചത് അവിടെ കാണില്ല. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ നടുവിൽ തന്നെ വൈറ്റ് കളർ മുത്ത് തന്നെ കുറച്ച് വലിയ സൈസ് ഒന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുത്ത് മാത്രം 6mm സൈസ് വരുന്നതാണ്. ബാക്കിയെല്ലാം 4mm സൈസ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ മുത്ത് തന്നെ എല്ലാം വേണമെന്നൊന്നുമില്ല. കളർ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു മുട്ടിൽ തന്നെ നമ്മൾ ഈ കമ്പി ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റൽ വയർ രണ്ട് ഭാഗത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന പോലെ, ഏറ്റവും അടിഭാഗത്തല്ല ഈ മുത്തിൻ്റെ താഴെ സൈഡിൽ വരുന്ന പോലെ ഈ രണ്ടും കൂടി ചുറ്റി ഒരു 2-3 ചുറ്റൊക്കെ ചുറ്റി ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ അത് അവിടെ നിന്ന് ഇളകില്ല. അതുപോലെ നമ്മൾ നന്നായി ചുറ്റി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കിട്ടും. ഇനി നമ്മുടെ ഈ രണ്ട് ബാലൻസ് വരുന്ന അറ്റം ഉണ്ടല്ലോ അതിലും നമ്മൾ മുത്ത് കോർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാനിവിടെ 4 മുത്താണ് കോർക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമ്പി എടുക്കുന്ന സമയത്ത് തന്നെ മെറ്റൽ വയർ കുറച്ച് ലെങ്ത്തി ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ മുത്ത് കോർക്കാനുള്ള സ്പേസ് കിട്ടും. ഇവിടെ ഞാൻ കറക്റ്റ് 4 മുത്താണ് കോർക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ഭാഗത്ത് കോർത്തു അതിൻ്റെ അറ്റം നമുക്ക് ഈ പ്ലെയർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത്, അതായത് ഒരു ഓവൽ ഷേപ്പ് അല്ല റൗണ്ട് ഷേപ്പിലാക്കി വെക്കുക. അതായത് മുത്ത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് 4 മുത്ത് കോർക്കുക. അപ്പോൾ അവിടെ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ അറ്റത്തും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അവിടെ ബ്ലോക്കായി അത് ഊരി വരാതെ നല്ല ഭംഗിയിൽ ഇരുന്നോളും. അപ്പം നമ്മുടെ മുത്തെല്ലാം കോർത്ത് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഷേപ്പെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓവൽ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ പ്രസ് ചെയ്തതിന് കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി നമ്മുടെ സ്ലൈഡ് എടുക്കുക. സ്ലൈഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഞാനിങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാനിങ്ങനെ ലെങ്ത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നടുവ് ഭാഗത്താണ് കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് നല്ല കട്ടിയിൽ ചെയ്യുന്നത്. അപ്പോൾ നടുവിൽ മാത്രം കട്ടിയിൽ ചെയ്താൽ മതി. ഞാനത് ഒട്ടിച്ച ശേഷം 2 സൈഡിൽ എടുത്ത് കളയുന്നുണ്ട്, കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നടുവിൽ നല്ല കട്ടിയിൽ ആക്കിയ ശേഷം ഈ മുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അതായത് ഈ സ്ലൈഡ് ഈ ഗ്ലൂവിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കണം. അത്രയും പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.